അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഗോബി മഞ്ചൂരിയാണ് വെക്കുന്നത്. അതിനാവശ്യമായ കോളിഫ്ലവർ മഞ്ഞൾ പൊടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഊറ്റിയെടുത്ത് നമുക്ക് കോൺഫ്ലവർ കലക്കി വെക്കണം. 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ആ വേവിച്ച് വെച്ച കോളിഫ്ലവറിനെ പുരട്ടി വെക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് സവോളയാണ്. 2 സവോള എടുത്ത് ഒരു തവ വെച്ച് സ്വല്പം എണ്ണയും ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. 2 തക്കാളി വേണം, 4 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ എന്നിവയും ആവശ്യമായിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ 2 സ്പൂൺ ഞാൻ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ കോളിഫ്ലവർ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയ സവോള, തക്കാളി, പച്ചമുളക്, ചെറുനാരങ്ങ നീര് ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് സവാള ടൊമാറ്റോ പേസ്റ്റ് ആണ്, ഇത് മസ്റ്റായിട്ട് വേണം. അത് 2 സ്പൂൺ അതിൽ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നല്ല ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ സോയാ സോസാണ്. സോയാ സോസ് 2 സ്പൂൺ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിൽ. അതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നതും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും ചേർക്കുന്നുണ്ട്. ഇത് നല്ല കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഗരം മസാലയും ചേർത്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും. കസ്തൂരി മെന്തിയാണ് അടുത്തത്. 2 സ്പൂൺ ഇടണം. അത് നല്ല മണവും ഗുണവും കിട്ടും. അതിനുവേണ്ടി ഇതും ചേർക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. പിന്നെ 1 പിടി പുതിനയും മല്ലിയില അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.